ഹായ്, അപ്പോൾ ഈ ക്രിസ്മസിനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മാർബിൾ കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയിലോട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബൗളിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 മൂടി വാനില എസൻസ് കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കണം. ഇനി 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് വൈറ്റ് കളറിൽ ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാലും 1/4 കപ്പ് ബട്ടറും അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അതിലോട്ട് നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദ 2 ബാച്ചായിട്ട് വേണം ചേർക്കാൻ. അത് ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. ഞാൻ ബീറ്ററിന്റെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും പാലും ബട്ടറും കൂടി അടിച്ചെടുത്ത് അതിലോട്ട് മൈദ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പേപ്പർ ഗ്ലാസ് വെച്ച് അതിനുള്ളിൽ കപ്പ് കേക്കിന്റെ മോൾഡ് വെച്ച് കൊടുക്കാം. അതിലോട്ട് പകുതി ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആ വീഡിയോ എൻ്റെ മിസ്സായി പോയി. ബാക്കി വന്ന ബാറ്ററിലോട്ട് 1 സ്പൂൺ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് ഒന്നെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഒരു സ്ക്യൂർ വെച്ച് ഇതുപോലെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് വലിച്ചു കൊടുത്താൽ പല പല ഡിസൈൻ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്യൂർ ഒന്ന് കറക്കി കൊടുത്താലും മതി. ഇനി ഓവൻ സെറ്റപ്പിലാണെങ്കിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലായതുകൊണ്ട് 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് 25 to 30 മിനിറ്റ് ടൈമർ വെച്ചാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള മാർബിൾ കപ്പ് കേക്ക്സ് റെഡിയായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ. ഈ കേക്ക് നിങ്ങൾക്ക് കപ്പ് കേക്ക് അല്ലാണ്ട് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.